ഹലോ. അപ്പോൾ ഇന്ന് നമുക്ക് നെക്സ്റ്റ് ഹാൻഡ് എംബ്രോയ്ഡറി ഡിസൈൻ നോക്കാം അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ 6ാമത്തെ ഡിസൈനാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ബാക്ക് സ്റ്റിച്ചിൻ്റെ തന്നെ ഒരു വേരിയേഷനാണ് കേട്ടോ. ഇത് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ ബാക്ക് സ്റ്റിച്ച് പോലെ തന്നെ നല്ല ഉറപ്പിൽ ചെയ്യാൻ പറ്റുന്ന എന്നാൽ നല്ല ഭംഗിയിലും ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതുവരെ ചെയ്തിരുന്ന സ്റ്റിച്ചിനേക്കാളും ഇതിലൊരു ചേഞ്ച് ഉണ്ട്. ഇതിൽ നമ്മൾ 6 ഇഴ എടുത്തിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അതുകൊണ്ട് നമുക്ക് 3 ഇഴയായിട്ട് നമ്മുടെ ത്രെഡിൽ നിന്ന് അടർത്തി എടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ 6 ഇഴ വെച്ചിട്ട് തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ത്രെഡ് ആവശ്യമുള്ളത് എടുത്തിട്ട് നീഡിലിൽ കടത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് ചെയ്യുന്നതിനേക്കാളൊക്കെ കൂടുതൽ ത്രെഡ് ഇതിന് ആവശ്യം വരും കേട്ടോ. നമ്മുടെ ബാക്ക് സ്റ്റിച്ചിനും അതുപോലെ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചിനും കുറച്ചും കൂടെ കൂടുതൽ ത്രെഡ് ആവശ്യം വരും. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമ്മുടെ ലൈനിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റിൽ നിന്ന് ഒന്ന് മേലോട്ട് മാറിയിട്ട് തന്നെയാണ് നമ്മൾ നീഡിൽ പൊക്കിയെടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ബാക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ ബാക്കിലോട്ടാണ് നീഡിൽ താഴ്ത്തുന്നത്. അപ്പോൾ നേരെ വീഡിയോ നോക്കാം കേട്ടോ. ഇനി നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫ്രണ്ടിലോട്ടൊന്ന് നീങ്ങിയിട്ട് നീഡിൽ പൊക്കിയെടുക്കും. ഇനിയാണ് നമ്മുടെ ചേഞ്ച് വരുന്നത് കേട്ടോ. അപ്പോൾ നേരത്തെ നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്തത് ഈ കഴിഞ്ഞ സ്റ്റിച്ചിൻ്റെ എൻഡിങ് പോയിന്റിലായിരുന്നു നമ്മൾ നീഡിൽ താഴ്ത്തിയത് അല്ലേ. എന്നാൽ ഇതിലങ്ങനെയല്ല, നമ്മൾ മുന്നേ ഉള്ള സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലായിട്ടാണ് നമ്മൾ നീഡിൽ താഴ്ത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ സ്റ്റിച്ച് സ്പ്ലിറ്റ് ആവും. അതാണ് സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് കേട്ടോ. കണ്ടില്ലേ. അപ്പോൾ അടുത്ത സ്റ്റിച്ച് ഇടുന്നത് നോക്കുക. നമ്മൾ കുറച്ച് മാറിയിട്ട് നീഡിൽ പൊക്കിയെടുത്തു. എന്നിട്ട് തൊട്ട് മുന്നത്തെ സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലൂടെ നമ്മുടെ നീഡിൽ താഴ്ത്തി കേട്ടോ. കണ്ടില്ലേ, മനസ്സിലായില്ലേ? വീഡിയോ ഒന്നുകൂടെ നോക്കുക കേട്ടോ. അപ്പോൾ മനസ്സിലാവാത്തവർ ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ ഒന്ന് മാറിയിട്ട് നീഡിൽ പൊക്കിയെടുക്കുക. എന്നിട്ട് തൊട്ട് മുന്നേ ഉള്ള സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലൂടെ നീഡിൽ താഴ്ത്തുക കേട്ടോ. അപ്പോൾ ഈ സ്റ്റിച്ച് ഒരു ചെയിൻ രൂപത്തിലൊക്കെയാണ് വരുന്നത് കേട്ടോ. പിന്നെ നമ്മൾ മുടിയൊക്കെ പിന്നിയിട്ടിട്ട് അങ്ങനെ കാണുമ്പോഴുള്ള അതുപോലെയൊക്കെ തോന്നും. ഒരു ചെയിൻ രൂപത്തിൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സ്റ്റിച്ചിലൊക്കെ ചെയ്തതുപോലെ തന്നെ ഇതിൽ പെട്ടെന്ന് കഴിയാനുള്ളൊരു മെത്തേഡിൽ ഇങ്ങനെയാണ് ചെയ്യുക. നമ്മൾ തൊട്ട് മുന്നേ ഉള്ള ഒരു സ്റ്റിച്ചിൻ്റെ സെൻറ്ററിലൂടെ താഴേട്ട് ഇറക്കലും അടുത്ത ഭാഗത്തേക്ക് മുകളിലോട്ട് നീഡിലെടുക്കലും ഇങ്ങനെ ഒരുമിച്ച് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് ഒരു സ്റ്റിച്ച് മനസ്സിലായതിന് ശേഷം ഇങ്ങനെ ഒരുമിച്ച് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ച് ഇവിടെ കംപ്ലീറ്റ് ആവാനായിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇതാ നമ്മളിത് എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നീഡിൽ ത്രെഡിൽ നിന്നൊന്ന് പോകുന്നു കേട്ടോ. ഞാനത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പം നമുക്കൊരു
സ്റ്റിച്ച് ഇവിടെ ആവശ്യമുള്ളൂ അല്ലേ. അപ്പോൾ നമ്മൾ ആ ഒരു സ്റ്റിച്ച് അവിടെ ഇടുക കേട്ടോ. ഇനി നമുക്ക് അടുത്ത സ്റ്റിച്ച് ആവശ്യമില്ല, നമ്മുടെ ലൈൻ ഇവിടെ എൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ചിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണം. അപ്പോൾ നമ്മൾ ആ ലാസ്റ്റ് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ എൻഡിങ് പോയിന്റിൽ തന്നെ നീഡിൽ മേലോട്ട് പൊക്കുക കേട്ടോ. സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്നത്. എന്നിട്ട് നമുക്ക് ആ ഒരു സ്റ്റിച്ചിനെയും കൂടെ അങ്ങോട്ട് സ്പ്ലിറ്റ് ചെയ്യാം കേട്ടോ. തൊട്ടടുത്ത പോയിൻ്റ് ആ ഒരു പോയിൻറ്റിലൂടെ തന്നെയാണ് നീഡിൽ പൊക്കിയിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ആ സ്റ്റിച്ചിനെ അങ്ങ് സ്പ്ലിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കെട്ടിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്കിതാ സ്റ്റിച്ച് ഈ ഒരു രൂപത്തിലാണ് വരുന്നത് കേട്ടോ. ഒരു ചെയിൻ രൂപത്തിൽ കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഫ്രോങ് സൈഡ് വരുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് മോട്ടിഫിലോട്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത അതേ മോട്ടിഫാണിത്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെറൈറ്റി ചെയ്തത് നമ്മൾ അടുത്ത സ്റ്റിച്ചോട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന്നാണ് ചെയ്യുന്നത് കേട്ടോ. ഈ സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ബാക്ക് സ്റ്റിച്ചിൻ്റെ തന്നെ വേരിയേഷനായ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഒരു മോട്ടിഫിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ വേരിയേഷൻസ് ആയ ഒരു സ്റ്റിച്ചൊക്കെ ഒരു മോട്ടിഫിൽ ഒരുമിച്ച് ചെയ്യാം. അല്ലാണ്ടുള്ള സ്റ്റിച്ചൊന്നും ഒരു മോട്ടിഫിൽ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ഒരുമിച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ബോർഡിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ് കേട്ടോ. സ്പ്ലിറ്റ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണ്. ഇപ്പോൾ ഇതായി കർവായിട്ട് വരുന്ന ഭാഗം ശ്രദ്ധിച്ചോളൂ. അങ്ങനെയുള്ള ഭാഗമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്യുന്നത് പോലെ അത്രയും കുഞ്ഞിതാക്കിയിട്ട് നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. എന്നാൽ വലുതാക്കാനും പാടില്ല കേട്ടോ. എന്നാൽ ഒരുപാട് വലുതാക്കിയാലും ഭംഗി ഉണ്ടാവില്ല. നല്ല കുഞ്ഞാക്കിയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ സ്പ്ലിറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റില്ല. അപ്പോൾ നമ്മളൊരു മീഡിയം വലുപ്പത്തിലായി ചെയ്യുമ്പോൾ കണ്ടില്ലേ, നമ്മുടെ ആ ഒരു നമ്മൾ വരച്ച ആ ഒരു ലൈനുമെന്ന് നമ്മുടെ ആ സ്റ്റിച്ച് ഒന്ന് വിട്ടിട്ടാണ് നിൽക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളത് സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുക. ആ സ്റ്റിച്ചിനെ ആ ലൈനിന്മേലോട്ടാക്കിയിട്ട് വെച്ചിട്ടാണ് നമ്മൾ സ്പ്ലിറ്റ് ആക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. വീഡിയോയിൽ കണ്ടപ്പോൾ മനസ്സിലായില്ലേ, അങ്ങനെയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ സ്റ്റിച്ച് ഇവിടെ എൻഡ് ചെയ്യേണ്ടി വരികയാണ്. കാരണം ആ ഭാഗത്തൂടെ നമ്മൾ മുന്നേ ഇട്ട സ്റ്റിച്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ മേലെ കൂടി നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതവിടെ എൻഡ് ചെയ്തിട്ട് താഴെ നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ കർവ് ചെയ്യുന്ന ഭാഗം ശ്രദ്ധിക്കുക, കണ്ടില്ലേ, നമ്മുടെ ആ ഒരു വരച്ച ലൈനിന്മേന്ന് മാറിയിട്ടാണ് ആ ഒരു സ്റ്റിച്ച് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയത്ത് അതിനെ ഇങ്ങനെ നീക്കിയിട്ട് ആ ഒരു ലൈനിലോട്ടാക്കിയിട്ട് താഴ്ത്തിയെടുക്കുക കേട്ടോ. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ സ്റ്റിച്ച് നമ്മൾ എൻഡ് ചെയ്യുകയാണ്. സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. സ്റ്റിച്ചിനെ നേരത്തെ ചെയ്ത പോലെ തന്നെ അവിടെ എൻഡ് ചെയ്തിട്ട് അപ്പുറത്തെ ഭാഗത്തു നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മുടെ സ്റ്റിച്ച് അതിലൂടെ നേരത്തെ ചെയ്ത സ്റ്റിച്ച് അതിലൂടെ പോകുന്നുണ്ടല്ലോ,
അതുകൊണ്ട് നമ്മൾ അവിടെ എൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് അപ്പുറത്തെ ഭാഗത്തു നിന്ന് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. ഈ ഒരു മെത്തേഡിൽ നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതാ നമ്മുടെ എച്ച് ലെറ്ററിൻ്റെ മുകൾ ഭാഗത്ത് എത്തിയപ്പോൾ നമ്മളതവിടെ കെട്ടിയിട്ട് കട്ട് ചെയ്തിട്ട് താഴ്ഭാഗം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കേട്ടോ. മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളൊരു ഭാഗത്ത് നിന്ന് അടുത്ത ഭാഗത്തേക്ക് ത്രെഡിനെ വലിച്ച് ചെയ്യരുത് എന്ന് കേട്ടോ, കെട്ടിയിട്ട് കട്ട് ചെയ്ത് ചെയ്യണമെന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരു മെത്തേഡിൽ കണ്ടിന്യൂ ചെയ്ത് പോവുക. ഇപ്പോൾ ഇതാ നമ്മുടെ സ്റ്റിച്ച് ഇത്രയും ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റിച്ചിൻ്റെ ഈ ത്രെഡിൻ്റെ കളറൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കളർ ചേഞ്ച് ചെയ്തപ്പോഴും ഈ റെഡ് ത്രെഡ് കൊണ്ട് മുന്നേ ഉണ്ടായിരുന്ന ബ്ലാക്ക് ത്രെഡിൻ്റെ സ്റ്റിച്ചിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. നമ്മൾ കളർ മാറ്റി കൊടുക്കുമ്പോഴും മുന്നേ ഉള്ള സ്റ്റിച്ചിന് സ്പ്ലിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലാണ് അതിങ്ങനെ ഒരുമിച്ചിട്ടായിട്ട് തോന്നുള്ളൂ. അല്ലെങ്കിൽ അത് രണ്ടും വേറെ വേറെ ആയി നിൽക്കും കേട്ടോ. പിന്നെ ഇതുപോലെ കൂർപ്പ് വരുന്ന ഭാഗത്ത് നമ്മൾ സ്റ്റിച്ച് അവിടെ എൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് വീണ്ടും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. മറ്റേ ഭാഗത്ത് വീണ്ടും സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഇതുവരെ ചെയ്തതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് പോവാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൽ നമ്മുടെ ബാക്ക് സ്റ്റിച്ച് അതുപോലെ ബാക്ക് സ്റ്റിച്ചിൻ്റെ വേരിയേഷനായ സ്പ്ലിറ്റ് ബാക്ക് സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളിങ്ങനെ ഒരു മോട്ടിഫിൽ തന്നെ 2 വർക്കൊക്കെ ചെയ്യുകയാണെങ്കിൽ 2 ഹാൻഡ് എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുകയാണെങ്കിൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു വേരിയേഷനിൽ തന്നെ വരുന്നതായിരിക്കണം. നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് മോട്ടിഫായിട്ട് അങ്ങനെയും ചെയ്യുക. ഇങ്ങനെ ഒരു വേരിയേഷനിൽ വരുന്ന ഓരോ ടൈപ്പിൽ വരുന്ന സ്റ്റിച്ച് നമുക്ക് ഒരു മോട്ടിഫിലും ചെയ്യാൻ വേണമെങ്കിൽ കേട്ടോ. പിന്നെ വർക്ക് ചെയ്യുന്ന സമയത്ത് പിന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇത് ഗിഫ്റ്റ് കൊടുക്കാനും കൂടി വേണ്ടിയിട്ടാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനിതിൽ ഒരു ഫ്ലവറിൻ്റെ എംബ്രോയ്ഡറിയും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ക്ലാസ് തന്നെ നമുക്ക് പഠിക്കാനുണ്ട്. അത് അങ്ങനെ തുടർച്ചയായിട്ട് പഠിച്ച് വരുമ്പോഴാണല്ലോ നിങ്ങൾക്കത് കൂടുതൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുക. അതുകൊണ്ട് തന്നെ ഞാനിതിൽ അത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ. ഇതൊരു 3D ഫ്ലവറാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. ഇതിലും കൂടുതൽ ഭംഗിയുള്ള ഫ്ലവേഴ്സൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. പിന്നെ നമ്മളിത് ഗിഫ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ ഒരു റിങ് ഈ ഒരു ഫ്രെയിം തന്നെ ഉപയോഗിക്കുന്നതാണ് നല്ലത്. കാരണം ഇത് നമുക്ക് കുറഞ്ഞ ചിലവിൽ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു ഫ്രെയിമാണല്ലോ. നമ്മൾ ഹൂപ്പാട്ടൊക്കെ ഫ്രെയിം ചെയ്യുന്ന ഇങ്ങനെ ഫ്രെയിം നമുക്ക് വേറെ വാങ്ങിക്കാൻ കിട്ടും. അതിനൊക്കെ നല്ല റേറ്റ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഫ്രെയിമിൽ തന്നെ ഇത് സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ കുറച്ച് ഭാഗം നിർത്തി ബാക്കിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് ഇതിങ്ങനെ മടക്കിയിട്ട് സ്റ്റിക്ക് ചെയ്യുകയാണ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്ക് ഈ ഒരു ബാക്ക് ഭാഗത്ത് ക്യാൻവാസൊക്കെ ഒട്ടിച്ചു കൊടുക്കാം. ഈ ബാക്കിൽ സ്റ്റിച്ച് കാണുന്നതിന് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉള്ളത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ നമ്മുടെ ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക കേട്ടോ. ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്. നല്ല സന്തോഷമുണ്ട് കേട്ടോ അതൊക്കെ കാണുമ്പോൾ. പിന്നെ നമ്മുടെ വീഡിയോ ക്ലാസ് ഇൻട്രസ്റ്റ് ഉള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക്